ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ആരോഗ്യവകുപ്പിന്റെ മൂലേപ്പാടം സബ് സെന്ററിന്റെ സ്ഥലത്ത് മാലിന്യ സംസ്കരണ കേന്ദ്രം. പഞ്ചായത്ത് നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ജനവാസ മേഖലയല്ലാത്ത പ്രദേശത്ത് ആവശ്യമായ സ്ഥലം ലഭ്യമാക്കി മാലിന്യ സംസ്കരണ കേന്ദ്രം തുടങ്ങാൻ അടിയന്തര നടപടി ആരംഭിക്കണമെന്നും ആവശ്യം. മൂലേപ്പാടത്ത് പടവിൽ PC കുര്യൻ സബ് സെന്ററിനായി 50 സെന്റ് സ്ഥലം സൗജന്യമായി ആരോഗ്യവകുപ്പിന് 1980കളിൽ നൽകിയതാണ്. നിലവിൽ ഇവിടെ ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള സബ് സെന്റർ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. വെറ്റിലക്കൊല്ലി, വെണ്ണേക്കോട്, അമ്പുമല, പാലക്കയം, കാട്ടുനായ്ക്ക, മുതുവാൻ നഗറുകളിലെയും മൂലേപ്പാടം H ബ്ലോക്ക് ഭാഗങ്ങളിലെയും ജനങ്ങൾ ആശ്രയിക്കുന്നത് ഈ സബ് സെന്ററിനെയാണ്. ചാലിയാർ ഗ്രാമപഞ്ചായത്തിന് മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കാൻ നിലവിൽ സ്ഥലമില്ല. കഴിഞ്ഞ 8 വർഷത്തോളമായി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് വാടക നൽകിയാണ് മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. എന്നാൽ വാടക കുടിശ്ശിക വർദ്ധിച്ച സാഹചര്യത്തിൽ സ്ഥലമുടമ വാടക കുടിശ്ശിക തീർക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെയാണ് ആരോഗ്യവകുപ്പിന്റെ സബ് സെന്റർ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് മാലിന്യ സംസ്കരണ കേന്ദ്രം തുടങ്ങാൻ ഗ്രാമപഞ്ചായത്ത് നീക്കം. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വിചിത്രമായ ഈ നടപടിയിൽ നിന്നും പിന്മാറണമെന്ന് പൊതുപ്രവർത്തകനും LDF സ്ഥാനാർത്ഥിയുമായിരുന്ന ബൈജു ആൻഡ്രൂസ് ആവശ്യപ്പെട്ടു. ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡായ ഇടിവണ്ണയിലെ മൂലേപ്പാടം H ബ്ലോക്കിലുള്ള THCയുടെ സബ് സെൻറ്റർ, ഇപ്പോൾ ആ സബ് സെൻറ്ററിൻ്റെ പുറകുവശത്തായിട്ട് നമ്മുടെ ചാലിയാറിലെ മാലിന്യ സംസ്കരണ കേന്ദ്രം കൊണ്ടുവരാൻ വേണ്ടി പഞ്ചായത്ത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ പുറകിൽ ഈ മാലിന്യ സംസ്കരണ കേന്ദ്രം വന്നാൽ സ്വാഭാവികമായിട്ട് അമ്പുമല, വെറ്റിലക്കൊല്ലി, പാലക്കയം, വെണ്ണേക്കോട് കോളനികളിലുള്ള നഗരങ്ങളിലുള്ള കുടുംബങ്ങളും അതേപോലെ H ബ്ലോക്കിലും ഈ കാടിലും മൂലേപ്പാടത്തുമുള്ള ആൾക്കാർക്കുമൊക്കെ അവരെ സ്ഥിരമായി വന്ന് മറ്റ് പരിശോധനകൾക്കും ഡോക്ടർമാരെ കാണാനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സബ് സെൻ്ററിൽ ഇങ്ങനെയൊരു മാലിന്യ സംസ്കരണ കേന്ദ്രം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ, അതിനെക്കുറിച്ച് പഞ്ചായത്ത് അധികൃതർ മനസ്സിലാക്കാതെയാണ് ഈ മാലിന്യ സംസ്കരണ കേന്ദ്രം ഇതിൻ്റെ പുറത്തേക്ക് മാറ്റാൻ ശ്രമിക്കുന്നത്. ഇത് വളരെ അധികം പ്രതിഷേധാർഹമാണ്. ഈ കാര്യത്തിൽ ഇങ്ങനെയുള്ള നടപടികളിൽ നിന്ന് പഞ്ചായത്ത് പുറകോട്ട് പോയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളും മറ്റും തീർച്ചയായിട്ടും ഉണ്ടാകും. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ സബ് സെന്റർ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് മാലിന്യ സംസ്കരണ കേന്ദ്രം എന്നത് കേട്ടുകേൾവി പോലുമില്ല. സബ് സെന്റർ പ്രവർത്തിക്കുന്ന സ്ഥലം മാലിന്യ കൂമ്പാരമാക്കാൻ അനുവദിക്കില്ല. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ജനവാസ മേഖലയല്ലാത്ത പ്രദേശത്ത് ആവശ്യമായ സ്ഥലം ലഭ്യമാക്കി മാലിന്യ സംസ്കരണ കേന്ദ്രം തുടങ്ങാൻ അടിയന്തര നടപടി ആരംഭിക്കണം. ആരോഗ്യവകുപ്പിന്റെ സബ് സെന്റർ മാലിന്യ സംസ്കരണ കേന്ദ്രമാക്കാനുള്ള നീക്കം പിൻവലിച്ചില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി നേരിടും. ആരോഗ്യവകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ജില്ലാ മെഡിക്കൽ ഓഫീസർ, ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ, ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകുമെന്നും ബൈജു ആൻഡ്രൂസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചാലിയാർ. Charitra Vivag Bridal Collections by Shobhika Weddings.